നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ആണല്ലോ. അപ്പൊ മീര എന്റെ തന്നെ അല്ല, മീര എന്റേത് മാത്രമാണ്. തമാശ പറയല്ലേ. മീരയെ ആദ്യമായിട്ട് അടുത്ത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ കുറിച്ചിട്ട കാര്യമായത്. മീരയെ ആദ്യമായി അകലെ വെച്ച് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടൊരു തീരുമാനമാണ് ഇത്. തമാശ കളക. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ അതിലും സീരിയസ് ആയിട്ടാ പറയുന്നത്. ചുമ്മാ ഇന്നലെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നത് എനിക്കറിഞ്ഞു. അല്ല, കരള് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. മീര എനിക്കുള്ളതാണ്. അല്ല, എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ 1.5 വയസ്സിൽ മൂത്തല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് ഇതൊക്കെ നേരത്തെ തീരുമാനിച്ച കാര്യം. അതെ, നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. കല്ലൂക്കാടൻ വിശ്വംഭരൻ മുതലാളിക്ക് മീര എന്നൊരു മകളുണ്ടെങ്കിൽ അതെന്റേതാണ്. അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഈ കൃഷ്ണന്റെ. അല്ല, അതിന് ഇട്ടതാണ് ഈ ഉടുപ്പെങ്കിലേ അതങ്ങ് ഊരി വെച്ചാ മതി. ഹരികൃഷ്ണൻ അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന ഹരി ഞാനാണെങ്കിൽ ഈ ഇവിടെ പൂരാനും പോകുന്നില്ല. കല്ലൂക്കാടന്റെ മോൾ മീരയെ ഒരു കിണ്ണനും കിട്ടാനും പോകുന്നില്ല. ഓക്കെ, അപ്പോ ഹരി മീരയെ ഇഷ്ടപ്പെടുന്നു. അതെ. എത്ര ഇഷ്ടപ്പെടുന്നു? ഒരുപാട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഈ ആകാശം മുട്ടെ. അപ്പൊ ഹരി മീരയെ ഈ ആകാശം മുട്ടെ ഇഷ്ടപ്പെടുന്നു. ഇനി എന്നോട് ചോദിക്കും, ഞാൻ എത്ര ഇഷ്ടപ്പെടുന്നു? ചോദിക്കുന്നില്ല. ചോദിക്കുന്നില്ല. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ. മീര അല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല. എന്റെ ജീവിതത്തിൽ. ഇന്നാ ഇതൊക്കെ ഒരു നിമിത്തം. അല്ലെങ്കിൽ ഇത്രയും കാലം വിവാഹത്തിന്റെ കാര്യം പോലും ഞാൻ ആലോചിക്കായിരുന്നു. എന്താ പെണ്ണ് കിട്ടാത്തതുകൊണ്ട്? എനിക്കോ? എന്താ വലിയ കാമദേവനാണെന്ന വിചാരം? ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണം എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്നാ? എന്താ ആ മത്തങ്ങ കൗളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിയിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്തിന്ന്. എന്റെ കിന്ന ആ മൂക്കൊന്ന് പൊത്തിപ്പിടി. ഏതെങ്കിലും പെമ്പിള്ളേരൊന്ന് നോക്കിക്കോട്ടെ ആ മുഖത്തേക്ക്. മതി, വലിയ ആളാവണ്ട. ഓ സോറി. എന്താ ഒരു പ്രത്യേകതരം റിച്വൽ? ഇത് മുത്തശ്ശി പഠിപ്പിച്ചെന്നൊരു മന്ത്രമാ. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ. എങ്ങനെ? അതായത് ഇല MVSൽ വീണാൽ മോഹിനി വർമ്മ എന്ന പെൺകുട്ടിയെ ഞാൻ കാണുമെന്നാണ്. പക്ഷെ ഇല വീണത് നോയിൽ. അതിനർത്ഥം മോഹിനിയെ ഞാൻ കാണില്ലെന്നാ. ഇതൊരിക്കലും തെറ്റിയിട്ടില്ല. ഹരികൃഷ്ണന്മാർക്ക് മോഹിനി വർമ്മയെ എന്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റില്ല. ശ്രമിച്ചോളൂ, പക്ഷെ നടക്കില്ല. അയ്യോ, ഇത് മായച്ചേക്കിട്ട് ആരെയും കാണിക്കാൻ പാടില്ലെന്നാ. ഇരിക്കെ, ആദ്യം ചായ കുടിക്കാം. എല്ലാം കരുതിയിരിക്കുകയാണല്ലോ മീര. നമ്മള് സുഹൃത്തുക്കളായി കഴിഞ്ഞില്ലേ? അതിനപ്പുറം. അതെ, അതിനും അപ്പുറം. മോഹിനിയുടെ കത്തുകളും കവിതകളും തരാം. ഇരിക്കെ. കവിതകൾ വായിക്കാൻ ലേശം കവിതാബോധമൊക്കെ വേണം. അതെ, ചെറുപ്പം മുതലേ ഭാഗ്യത്തിന് എനിക്കതുണ്ട്. ഐ എം സോറി. വേണ്ട, ഞാൻ തുടച്ചു തരാം. അതിലും വീണോ? കൂട്ടുകാർക്കുണ്ടല്ലോ നല്ല സമാനത. ചായ കുടിക്ക. അല്ലാത്ത ചൂടൊന്ന് ആറിക്കോട്ടെ, എന്നിട്ട് കുടിക്കാം. ഗുപ്തന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ച് തുടങ്ങിയത്. തിളച്ച ചായ ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം. ഇതാണ് മോഹിനിയുടെ കത്തുകളും കവിതകളും. ചായ കുടിക്ക്. മോഹിനിയുടെ കവിതകളില് 20 എണ്ണം പ്രത്യേകം തെരഞ്ഞെടുത്ത് വച്ചിരുന്നു ഗുപ്തൻ. നേരിൽ കാണുമ്പോ അനുവാദം വാങ്ങി പ്രസിദ്ധീകരിക്കാൻ. മോഹിനിയെ കണ്ട അനുവാദം വാങ്ങിയില്ലെങ്കില് ആ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്ന മലയാള കവിതയ്ക്ക് പണിഞ്ഞു വെച്ചിട്ടും അണിയാൻ കഴിയാത്ത തങ്കത്താലി പോലെ ആയി പോകും ഈ കവിതകള്. മീരയുടെ ആ മനോഹര സങ്കല്പം പോലെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തങ്കത്താലി എന്ത് വില കൊടുത്തും ആ മാറിൽ തന്നെ ചാർത്തും. ആ താലി ചാർത്തുന്ന കൈകൾ മീര ഒട്ടും സംശയിക്കണ്ട, അത് ഈ ഹരികൃഷ്ണൻസിന്റേതായിരിക്കും. ഇത്രയും വേഗം നിങ്ങൾക്കത് കഴിയട്ടെ എന്ന പ്രാർത്ഥനയാ ഇപ്പോഴെനിക്ക്. ഇപ്പോ ഞങ്ങൾക്ക് പ്രാർത്ഥനയല്ല, അതൊരു വാശിയാണ്. അതെ, വാശിയാണ്. മീരെ, ഈ കവിതകളൊക്കെ ഞങ്ങളൊന്ന് കൊണ്ടുപോവുകയാണ്. മിസ്സാക്കരുതൊന്നും. ഇല്ല മീര, ആ പാലത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തടിയും ഇതാണോ അതോ റോസ് വുഡാണോ? ഏത് പാലം? അത് പ്ലീസ് കം. മീര, ഒരു മിനിറ്റ്. ഈ കുടിൽ പരമ്പരാഗതമായ കുടിൽ നിർമ്മാണ ശൈലിയിൽ കെട്ടിച്ചതാണോ അതോ ജാപ്പനീസ് ഹട്ട് നിർമ്മാണ ശൈലിയുടെ ഏതെങ്കിലും പുതിയ പാറ്റേൺ അങ്ങനെ വല്ലതും? ഇത് സാധാരണ. മീര, ആ മെക്സിക്കൻ സ്നോ ഫ്ലവർ അല്ലേ, അത് എവിടെ നിന്ന് കൊണ്ടുവന്നാണ്? പ്ലീസ് കം. കൃഷ്ണ, നമുക്ക് പോണ്ടേ? പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. വാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ. ഒരു ലീഗൽ ബാറ്റിനിടയിൽ കണ്ടുമുട്ടിയതാണെങ്കിലും കോടതിക്കും വകുപ്പുകൾക്കും ഒക്കെ അപ്പുറം നമുക്ക് പോണ്ടേ, ഒരുപാട് ജോലികളല്ലേ. പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. മീര, മീരയ്ക്ക് ഏത് തരം സഹകരണം വേണമെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ.